കേരളത്തിൽ പ്രധാനമായും വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി, അവരുടെ വീട് മെയിൻ്റനൻസിന് വേണ്ടി 50,000 രൂപ തിരിച്ചടക്കേണ്ടാത്ത ധനസഹായം നൽകുന്നുണ്ട്. ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി 2024-25 വർഷത്തിലേക്കുള്ള ധനസഹായത്തിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. 14 ജില്ലകളിലും ഇതിന്റെ അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ആയിരിക്കും അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ക്രിസ്തുമത വിഭാഗത്തിൽപ്പെട്ടവർ, മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ടവർ ഇവരുൾപ്പെടുന്ന സ്ത്രീകൾക്കാണ് അപേക്ഷ നൽകുവാൻ അർഹതയുള്ളത്. ഇതിൽ തന്നെ അപേക്ഷാ യോഗ്യത എന്നുള്ളത് വിധവകൾക്ക്, അതോടൊപ്പം തന്നെ നിയമപരമായി വിവാഹബന്ധം വേർപെട്ടവർ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചവർ, ഇങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുക. 50,000 രൂപയുടെ ഈ ഒരു ധനസഹായം ലഭിക്കണമെങ്കിൽ അപേക്ഷകരുടെ റേഷൻ കാർഡിൽ ആകണമെന്നുണ്ട്. ഇനി BPL റേഷൻ കാർഡ് അല്ല എന്നാലും താഴ്ന്ന വരുമാനമുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ ഇതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിരിക്കണം. ഇനി ഇത്തരം വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നൽകുന്നുണ്ട്. ഇനി പെൺമക്കൾ മാത്രമുള്ള വീടുകൾ ഉണ്ടെങ്കിൽ അത്തരം അപേക്ഷകൾക്ക് മുൻഗണന നൽകുന്നുണ്ട്. മെയിൻ്റനൻസിനുള്ള ധനസഹായം പ്രധാനമായും അടച്ചുറപ്പില്ലാത്ത വാതിലുകളും ജനലുകളും മാറ്റിവെക്കുവാനും അല്ലെങ്കിൽ ഫ്ലോറിങ്ങിനും റൂഫിംഗ് ഒക്കെ നന്നാക്കുവാനും അല്ലെങ്കിൽ വീടിന്റെ ഇലക്ട്രിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ, പ്ലംബിംഗ് വർക്കുകൾ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പൂർത്തിയാക്കുവാനുണ്ടെങ്കിൽ അവ പൂർത്തിയാക്കുവാൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഈ സാമ്പത്തിക സഹായം അനുവദിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയും ഇതിലേക്ക് അപേക്ഷിക്കാം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ വെബ്സൈറ്റ് ആയ www.minorityWelfare.kerala.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അനുബന്ധ രേഖകൾ സഹിതം സമർപ്പിക്കണം. അപേക്ഷകർ ഇത്തരം ധനസഹായ പദ്ധതികൾ മുൻപ് ലഭിച്ചിട്ടുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കുവാൻ അർഹതയില്ല. അതായത് അപേക്ഷകരുടെ വീടിന് 10 വർഷത്തോളം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായം ലഭിച്ചിട്ടുണ്ടാകുവാൻ പാടില്ല. ഇക്കാര്യം തെളിയിക്കുന്ന രേഖ നിങ്ങളുടെ വില്ലേജിൽ, അതായത് പഞ്ചായത്തിൽ നിന്നും ഹാജരാക്കേണ്ടതുണ്ട്. ഇത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ വീടിന്റെ വിസ്തീർണം 1200 സ്ക്വയർ ഫീറ്റിന് മുകളിലാകുവാൻ പാടില്ല. ഇതിൽ താഴെയാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഇത്തരത്തിലുള്ള അനുബന്ധ രേഖകൾ കൂടി ചേർത്ത് അപേക്ഷ എല്ലാ ജില്ലകളിലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഓഫീസുകളിൽ ഇത് നേരിട്ട് നൽകിയോ അല്ലെങ്കിൽ അയക്കുകയോ വേണം. മിക്ക ജില്ലകളിലും കലക്ട്രേറ്റിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ അന്വേഷിച്ചാലും നിങ്ങളുടെ ജില്ലയിലെ ഓഫീസ് അഡ്രസ് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. ജൂലൈ 31 വരെയാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നത്. മറ്റ് വിഭാഗങ്ങൾക്ക്, അതത് ന്യൂനപക്ഷ ഇതര വിഭാഗങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഈ സഹായം ആവശ്യമുള്ളവർ മറ്റുള്ളവരിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക.